നേരത്തെ ചെരുപ്പിനെ കൊണ്ട് ചാടി. ഇവനെ സൂക്ഷിക്കാൻ നമ്മളെ പോലീസ് പോരാ. അതിദർശം ജയിലിൽ ചാടിക്കുന്ന കുട്ടികളെ മണ്ടിക്കോളി. അതിദർശം ജയിലിൽ അടിക്കുന്നത് ഇതൊന്നും നോക്കി നമ്മളെ പരിപാടി നടക്കൂല. ഈ മീഡിയക്കാരെ കാണൂലേ. എങ്ങോട്ടാ ഇയാൾ പോയതാ? മാളൂരത്തേക്ക് പോയി ഞാൻ കിട്ടിയില്ലേ? ആ പണ്ടാരം കുഞ്ഞുട്ടി മാളൂന് കൊടുക്കാൽ 500 റുപ്യ മാളും ചെന്നാ കുടിച്ച് ആടെ എന്റെ മാഞ്ഞാണത്തിലൊന്നും ഇഞ്ഞോട് കാട്ടണ്ട. അതൊക്കെ മാളൂന് എന്നത് കാട്ടിക്കൊണ്ട് ഇത് മനുഷ്യർക്ക് ഒറ്റയ്ക്ക് നടക്കാനല്ലേ വരാറ്. ആടാക്കും നടക്കാനുണ്ട്. അനക്ക് ഞാൻ കാണിച്ചു പറയാം. ആ കുഞ്ഞുട്ടിനെ എന്റെ കജ്ജിലെന്ന് കിട്ടട്ടെ. മനസ്സാലേക്ക് മാറ്റി എന്താ കുഞ്ഞുട്ടിയാ ഇരിക്കണേ? ഞാൻ മെയ്തിയാക്കാനെ കാത്തിക്ക. മൂപ്പര എങ്ങട്ടാ പോയത്? മൂപ്പര് മാളൂന്റെ ആടിനെ വാങ്ങാൻ വേണ്ടി പോയിക്കണേ. അപ്പൊ എന്താ ഇജ്ജ് പോഞ്ഞ്? ഞാനൊരു 500 റുപ്യ കൊടുക്കാണ്ട് മാളൂന്. അതാ ഞാൻ അങ്ങോട്ട് പോവാത്തത്. അതെ മൂപ്പരല്ല വരുന്നത്. കുഞ്ഞുട്ടിയെ അനക്ക് ഞാൻ കാണിച്ചു തരാം. ഈ മാളൂന് 500 റുപ്യ കൊടുക്കാണ്ടല്ലേ മാളും ചേർത്ത് മേടിച്ചിക്കണേ. അനക്ക് 2 ദിവസത്തിന് കൂലില്ല. ഇതൊക്കെ അങ്ങനെ കാട്ടില് പണിയെടുത്ത് ഇതേമല്ല കൂലിച്ച് കൃത്യമായിട്ട് കിട്ടണം. ഈ ആടിനെ അങ്ങോട്ട് മേടിച്ച പരാലെ നടക്കണേ. നടക്ക്. ഇതെന്നെ പീസല്ലേ? എന്താ പീസോ? പഞ്ചാര അപ്പൊ കഴിഞ്ഞ മാസമല്ലേ റേഷൻ പീടിന്ന് സ്പെഷ്യല് പഞ്ചാര ഉണ്ടെന്നൊക്കെ കഴിഞ്ഞോ? തോന സാധനം ഉണ്ടോ? കുഞ്ഞുട്ടിയെ ഈ കയറൊന്ന് പിടിച്ചാ എന്നാ പേപ്പറ് പെന്ന് 2 കിലോ പഞ്ചാര. 1 കിലോ മതി പീസോ? 1 കിലോ മതി. അരിയോ 10 കിലോനോ? ഒരു 5 കിലോ അരി. നിർത്തി 5 കിലോ അരി. പിന്നെ പച്ചമുളകോ 500 ഇല്ലേ പീസ്? 500 ഇല്ല, 200 പച്ചമുളക്. പച്ചമുളക് 200 അല്ലേ? പിന്നെ എന്ത് മഞ്ഞപ്പൊടിയോ? അതൊക്കെ ഉറക്കനെ പറ ചൂടില്ല കൈതേ. ഒരു പാക്ക് മഞ്ഞപ്പൊടി മുളകും പൊടി മതി. കുഞ്ഞുട്ടിയെ കാട്ടിക്ക. കണ്ണാടക്കൊന്നും പവറില്ലാതെ 1 2 3 4 5 സാധനം. കുഞ്ഞുട്ടിയെ ഓർത്ത് നമ്മളെ ആട് വരാലേ. ഞാൻ എഴുതിയല്ലോ നിങ്ങളൊരു ചീഞ്ഞ ആട്. നിക്ക് എന്താ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഇജ്ജ് പറഞ്ഞൊക്കെ ഞാൻ കേട്ടിക്കണ്. ഈ ആട് ബിസിനസ് ഇത്ര മോശടാ. അല്ല മേദിയൊക്കെ അച്ചറിയും. എന്തു കുന്താ എനിക്കറിയാ? ആടാ ഇജ്ജിന്റെ ആടിനെ കുറ്റം പറയാ.
അയച്ച് കണ്ടായിട്ട് പോത്തേച്ച് 3 നേരം തിന്നണ് മനസ്സിലായി എനിക്ക്. എന്നിട്ട് ആടെവിടെ എവിടെ ചെട്ടിയാ ആളെ തെരഞ്ഞു നോക്കി നമുക്ക് തരാ കുഞ്ഞുട്ടിയെ. ആ എവിടെ പറഞ്ഞാലേ നമ്മളെ ആട് ആ കുഞ്ഞുട്ടിയെ ആ ആ നിക്കൂടെ നമ്മളെ ആട് ആ വെല്ല ചില്ല വെല്ല ചെന്ന് പിടിച്ചിട്ടാ. കുഞ്ഞുട്ടിയെ മുള്ളൊന്നും കുത്തല്ലേ ഇതൊക്കെ മുള്ള് അന്നോടല്ലേ പോത്ത് എന്നോട് നാട്ടെ തന്നെ പറഞ്ഞില്ലേ കണ്ണ് കാണുന്നല്ലോ ഈ പോത്തിനെ ചെന്ന് പിടിച്ച് വരാലേ ഇതൊക്കെ മുള്ള് മുള്ളൊക്കെ ഉണ്ടാവും. അല്ലോ എന്താ ഭൂമി കുഴിച്ചെടുക്കാടനെ നിങ്ങളെന്താ ഇവിടെ നീച്ചി കുഞ്ഞുട്ടിയെ നീച്ചി റോഡ് വരാലേ ആടാക്കണ അവിടെ ചാട്ടിൽ പോയി പിടിച്ച് വരാലേ. അല്ലോ പിടിച്ചേ അല്ല കുളിയും കുഞ്ഞുട്ടിയെ ഞാന് ഒരുപാട് ആടാളായിട്ട് നടന്നു. യാതി പല്ലടി നിറച്ച ആടാളായിട്ട് ഞാൻ നടന്നിട്ടില്ല. കുഞ്ഞുട്ടിയെ എത്ര പിന്നെ നിങ്ങളൊരു കാര്യം അറിഞ്ഞോ മെയ്തോക്ക ഞമ്മ തെക്കേലെ ഉസ്മാനെ കുത്തിക്കൊന്ന ഐദർസേ ജയിലിൽ ചാടിക്കണല്ലോ. റഹ്മാനായ തമ്പുരാനെ എന്താ മെയ്തോക്ക നിങ്ങക്ക് പേടിണ്ടോ? ഹൈദ്രോസല്ല ഹൈദ്രോസിന്റെ വാപ്പാനാപ്പം എന്തായാലും ഈ മെയ്തിപ്പോ കുടുങ്ങൂല. നിങ്ങക്ക് അത്ര ധൈര്യം ഉണ്ടോ മെയ്തോക്ക? ഉണ്ടോന്നോ പണ്ട് കിലാപ്പത്തില് നമ്മളെ വാപ്പാന്റെ ആപ്പ സായിപ്പന്മാര് ചേമ്പും തൊണ്ട് അരിയും പോലെ അല്ലേനോ അരിഞ്ഞീനത്. തന്നെ മെയ്തോക്ക? ആ കുഞ്ഞുട്ടിയെ അതിലുണ്ടല്ലോ നമ്മളെ തിലകൻ സാറ് ഇങ്ങനെ വരുന്നുണ്ട്. നമ്മളെ വല്യാപ്പാന അങ്ങോട്ട് നോക്കിയിട്ട് അങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞോ ഇനി പോക്കുവോ ഇത് വല്ലാത്തൊരു സാധനം തന്നെയാണ്. ഈ കടക്കണമൊക്കെ സായിപ്പന്മാരെ നുറുക്കിയിട്ടതാണല്ലോ എന്ന്. അപ്പൊ തന്നെ മൂപ്പര് കജ്ജുമെന്ന് മൂതിരം കണ്ടു എടുത്തിട്ട് വല്യാപ്പാൻ കണ്ടു ഇട്ടു കൊടുത്തു. ആ അപ്പൊ മൂപ്പരെ വല്ലാത്തൊരു ധൈര്യശാലിയാണല്ലേ? പിന്നെ കിട്ടിയേ ആ ധൈര്യം തന്നെ എന്റെ വാപ്പാക്ക് കിട്ടിയത് അതന്നെയാണ് ഉച്ചം കിട്ടിയത്. ആ അപ്പൊ പിന്നെ ഐദർസിനെ പേടിച്ചണ്ടാ. എന്തിന് ഓനെ വേദിപ്പാനെ ശരിക്കറിയോ? ഓപ്പ വിട്ട് മന്നാണ്ടല്ലോ. ഓന്റെ 6ാം ഭാര്യക്കൊക്കെ ഇട്ടിട്ട് ഒറ്റ കുത്താരം ഓ പാണം പുട്ട മാതിരിയാക്കാൻ പായ. അതോടുകൂടി ഓക്ക് ഒരു എങ്ങനെയുണ്ട് ബഡ്ജറ്റായി കിടക്കണ അവസ്ഥ ആലോചിച്ചിട്ട് ഇത് ചെറിയ മനാരെ ഇതൊന്ന് ആലോചിച്ചോക്കെ. ഇതാണ് മെയ്തോക്ക ഐദർസ്. എന്നാ കുഞ്ഞുട്ടിയെ കാടി സലാമത്താക്കി വാപ്പാന്റെ വാപ്പ വന്നാ കുടുങ്ങൂല് കുടുങ്ങും. നിങ്ങൾ പൊടി മെയ്തോക്ക ഈ ബലാന പൊട്ടുകളെ അല്ല പൊടാൻ പറ്റുള്ളല്ലോ. ഖിലാഫത്തിൽ എന്റെ വല്യാപ്പ എങ്ങനെയാ സായിപ്പന്മാരെ അരിഞ്ഞത്? ചേലത്തണ്ട് അല്ല ദിവസേ ചേമ്പന്തണ്ട്. എത്രാമത്തെ ഭാര്യക്ക് 5 കുത്തൊത്തും പറഞ്ഞത്? ചത്തോ ആടിനെ കഴിച്ചൂടെ സലാമത്താക്ക.
കൊല്ലല്ലേ ബലാലേ കൊല്ലല്ലേ കുഞ്ഞുട്ടിയെ ആടാളൊക്കെ പുട്ടോ ബലാലേ മീജാക്ക നമുക്കിപ്പോ നമ്മൾ തടിയാണ് വലുത് ഈ ആടാത് മീജാക്ക തുണിയും കഴിഞ്ഞാൽ പടത്തോനെ എന്റെ തുണി അടിച്ചാണ്ട നേരം സുനിലേ ഇതൊക്കെ പഴഞ്ച സ്റ്റൈലാ ഈ പാടത്തുള്ള കാത്തിരിക്കും. എന്നാ ഞാൻ നട റോഡ് പോയി നിൽക്കാടാ. അതായിരിക്കും ബെസ്റ്റ്. അവിടെ അച്ഛൻ പട്ടളക്കാരന്റെ കയ്യിൽ നിന്ന് 4-5 വീടുണ്ടെങ്കിൽ കൊള്ളാം. എടാ മഹാഭാവി, അറാൻ പറ്റുന്ന വാക്കൊന്നും മൊഴിയാതെ. നീ വേറെ ആരും കണ്ടില്ലേ പ്രേമിക്കാൻ? എനിക്ക് ആകെ പേടിയാവുന്നു. പ്രേമിക്കുന്ന എനിക്കേ പേടിയില്ല, പിന്നെ നിനക്ക്. അതെ, നിനക്ക് പേടിണ്ടാവില്ല. പ്രേമം തലക്ക് പിടിച്ച് നിൽക്കല്ലേ? അതെ, തലക്ക് പിടിച്ചിട്ട് തന്നെയാണ്. നിനക്ക് പേടിണ്ടായി കുറച്ചുകൂടെ മാറിയൊന്നും. താങ്ക്സ്, താങ്കൾ ഇത് പറഞ്ഞതിന് വളരെയധികം നന്ദിയുണ്ട്. എടാ ഹരി പോലെ, അവളിപ്പോ വരും. അതുകൊണ്ടല്ലേ പോകുന്നത്. നീ സ്വസ്ഥമായി സംസാരിക്കും. ഞാനേ കട്ടുറുമ്പാവില്ല. നിന്നെ കൂടെ കൊണ്ടുവന്ന് എന്നെ വേണം തല്ലാൻ. കറക്റ്റ്, ഞാനത് ചെയ്യുന്നില്ല. നീ അവളെയും സ്വപ്നം കണ്ടുപിടിയിരുന്നോ? ഞാൻ അടുത്ത് തന്നെ ഉണ്ട്. ആ എന്നാ നീ ചെല്ലി. എനിക്കേ ഹോംവർക്ക് ചെയ്യാനുണ്ട്. ഓ പിന്നെ നീ ഒരു പഠിപ്പിസ്റ്റ്. ഞാൻ എത്ര പറഞ്ഞതാ ഇന്നലെ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ. ഞാൻ ഓടും. എടാ ഞാനും ബസ്സിന് തന്നെയാ. ചേച്ചിക്ക് അടുത്ത ബസ്സിന് പോകാലോ. ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നല്ലേ. ഓ പിന്നെ എനിക്ക് വയ്യ ഇങ്ങനെ നല്ല കൂടെ ഓടാ. ചേച്ചി പതുക്കെ വന്നാ മതി. ടാറ്റാ. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ ഇവിടെ ഇങ്ങനെ കാത്തു നിൽക്കരുതെന്ന്. ആരെങ്കിലും കണ്ടാലോ? ഇന്നലെ വിളിച്ചപ്പോ നീ ഫോൺ എടുത്തില്ല, പിന്നെ ഞാൻ എന്താ ചെയ്യ? അപ്പൊ അമ്മ അടുത്തുണ്ടായിരുന്നു, അതുകൊണ്ടാ. എങ്കിൽ നിനക്കൊന്ന് മെസ്സേജ് അയച്ചുകൂടായിരുന്നു? എനിക്ക് തോന്നിയില്ല. അല്ലെങ്കിലും അച്ഛനും എന്നോട് പഴയ സ്നേഹമൊന്നുമില്ലായിരുന്നു. കണക്കായി പോയി. ആ പെണങ്ങല്ലേ, ഞാൻ വെറുതെ പറഞ്ഞതാ. രാവിലെ മുതൽ തുടങ്ങിയതാ, ഇതുവരെ ഒരു കോട്ടനുള്ളത് പോലും ആയില്ല. എന്താ ചെയ്യാ? കള്ളന്മാർക്കൊന്നും ഇപ്പൊ പഴയമാതിരി സ്കോപ്പില്ല. ഞാൻ പോവാ. നീ എന്റെ പറമ്പിൽ മോഷിക്കാൻ കാരണം തുടങ്ങിയോ? ഹായ്, നിങ്ങൾ കേളി കേട്ട ഒന്നാന്തരം നായരല്ലേ? നിങ്ങളെ തോപ്പിലെങ്ങനെ നമ്മൾ കക്കുവോ? അതില്ല, എന്നെ എനിക്ക് നന്നായി അറിയാലോ. എന്നാലും ചോദിച്ചെന്നേ ഉള്ളൂ. നിങ്ങൾ ചോദിച്ചോളി നായരെ, നമ്മൾ കള്ളനാണെന്ന് നിങ്ങൾക്കും അറിയാം,
നിങ്ങൾ നിങ്ങളെ മാന്യത വെച്ചാണ് ചോദിച്ചാൽ നമുക്കും അറിയാം. പിന്നെ എന്തായാലും പ്രശ്നം നീ പറഞ്ഞ പോലെ ഞാനും മാന്യനായത് കൊണ്ട് എന്നെ കണ്ടപ്പോ ലേശം പോലും സംശയം തോന്നിയില്ല. അത് പിന്നെ എനിക്കറിഞ്ഞൂടെ. എന്നാ ഞാൻ അക്കരെ ഒന്ന് പോവാ, കുറച്ച് സാധനങ്ങൾ വാങ്ങാതെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓ ഒരു മാന്യൻ. എടാ കോന്നൻ രാഘവ, ആ ജാനകീന്റെ പയ്യനെ ഈ തോപ്പിൽ കെട്ടിയിട്ടിട്ട് അതിന്റെ കയറയച്ച് വിട്ടിട്ടല്ലേടാ ആ പയ്യ റബ്ബറിന്റെ നിന്ന് ചത്തത്. അങ്ങനെയുള്ള എന്റെ തോപ്പിലെ തേങ്ങ കെട്ടില്ലെങ്കിൽ ആ പയ്യന്റെ ആത്മാവ് എന്നോട് പൊറുക്കുവോ? കോന്നൻ രാഘവ. ഒരു കൊലയും ഒരു കൊല. പട്ടാ പകല് മോഷണോ? എന്തോ പ്രശ്നമുണ്ട്, ഞാൻ വൈകിട്ട് വിളിക്കാം. എന്തൊരു കൂട്ടാൻ വേണ്ടി അവിടെ ഇത് പട മേടിച്ച് പന്തത്തിൽ ചെന്നപ്പോഴേ പന്തം കൊളുത്തി പറയാന്ന് പറഞ്ഞ മാറ്റി പ്രസംഗം നടത്താതെ മുടി വരാലേ. ഇതിനൊക്കെ തൂക്കാതെ വന്നൂടെ അങ്ങോട്ട് നോക്കി ഈ സാധനത്തിന് മാറ്റിക്കങ്ങ പടച്ചോനെ. കുഞ്ഞിട്ടിയാ ഒന്നും നേരത്തെ പോലെ ഈ ജന്തു ബോധം കെട്ടല്ലോ. അതാണ് കുഞ്ഞിട്ടിയെ ഇത് വല്യാപ്പ പഠിപ്പിച്ചെന്ന 6ാം പാതി പ്രയോഗം കണ്ടു. ആ പ്രയോഗം ഞാൻ കണ്ടു. മടമ്പുകാലേ തലമ്മ തടിച്ച് മണ്ടലല്ലേ ഞങ്ങളെ പരിപാടി. അതൊക്കെ നമ്മൾ കുറച്ചൊക്കെ പായണം കുഞ്ഞിട്ടിയ. കുറച്ചൊക്കെ നല്ല പാഞ്ഞത്. ഒരു 1.5 കിലോമീറ്റർ അല്ലേ ഞങ്ങൾ പാഞ്ഞത് ഇങ്ങോട്ട്. പാഞ്ഞാലെന്താ നമ്മ താട്ടിയോട് സലാമത്തായില്ലേ. അവിടെ കഴിച്ചിലാണ് ഇത് നേരെ കുണ്ടെന്ന് കേറ്റിക്ക് അടിയാണ് മനക്കായില്ലേ. ഓന്റെ കഥ കഴിഞ്ഞിക്കണ്. രാജാവായ തമ്പുരാനെ എന്നെ കരുന്നാവോടൊന്നും പറയാതെ. ഹൈദ്രോസേ 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 കുഞ്ഞിട്ടിയെ ഇത് കൊണ്ടാൻ വേണ്ടിയായല്ലടാ. ഹൈദ്രോസേ പേടിച്ചോണ്ട് നിക്കാൻ പറ്റണോ അവിടെ. സാറേ ഏത് നേരത്താണ് അവന് ജയിൽ ചാടാൻ തോന്നിയത്? രാത്രി 11 അപ്പൊ സാറിന് ഇത് നേരത്തെ അറിയാമായിരുന്നില്ലേ? നീ എന്റെ കയ്യിൽ വാങ്ങിച്ചു കൂട്ടും. അപ്പൊ സാറിന് അറിയില്ലായിരുന്നില്ലേ? കാത്ത് പ്രമോഷൻ കിട്ടിയതാ. അത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞില്ല. അപ്പോഴേക്ക് നമ്മൾ രണ്ടാളുടെ തൊപ്പിയും പോയില്ലേ സാറേ? എന്റെ കൈ കിട്ടാ എടുത്ത് പപ്പട പരവത്തിലാക്കും ഞാൻ. സാറേ അവിടെ ഒരു അടിപിടി നടക്കുന്നു. സസ്മിഷനിലായാലും നമ്മൾ കേരള പോലീസ് തന്നെ അക്രമം എവിടെ കണ്ട് നമുക്ക് എതിർക്കണം. കമോൺ കം പാസ്. മേജോക്ക
മെയ്തോക്ക പോലീസ് അങ്ങോട്ട് നോക്കി. സാറേ ഐദർസ് തവർ കറന്നിറങ്ങണ്. ഹൈദ്രോസലത് എന്തായാലും ഞാൻ ചെയ്ത നല്ലൊരു പ്രവൃത്തിയായി. 2 ദിവസമായി അവൻ ജയിൽ ചാടി. ആ ചാട്ടം കാരണം തൊപ്പിപ്പോയ 2 പാവം പോലീസുകാരാ ഞാൻ. സംഗതിയൊക്കെ ശരി. നിങ്ങൾ രണ്ടുപേരും നമ്പർ എന്ന് പറഞ്ഞു. മെയ്തോക്ക നിങ്ങൾ നമ്പർ നോക്കി. കൊടുക്കി മെയ്തോക്ക നമ്പർ. ഞാൻ പറയടോ. 98 ആ 47 ആ 37 ആ 30 ആ 43 43 ഇനി തൊപ്പി ധൈര്യമായിട്ട് തൈ വെച്ചോ. ശരി സാർ. നീ ഇപ്പൊ കുറച്ച് വെള്ളം കൊണ്ടുവന്ന. സാറേ സാറേ ഇതിന്റെ അടിയിൽ ഒരാളും കൂടി ഉണ്ട്. ഇതാണ്. അമ്മായിന്റെ വരാടാ ചുട്ടിയെ ബാ നമ്മൾ ആടക്കയിലേ പോയത് ചുട്ടിയെ. അല്ല മെയ്താക്ക നിങ്ങൾ എന്തിനാ ഞങ്ങള് ഇഞ്ച നമ്പർ കൊടുത്ത പോലീസുകാർക്ക്? കേസ് മണ്ണാ കട്ടിട്ട് നടക്കാൻ പറ്റാ ചുട്ടിയെ. ചുട്ടിയെ എന്റെ മകൻ ഗൾഫെന്താ നിക്കണ് മകനോ? ഇഞ്ഞേ ആ അജിനുണ്ടോ അവന്? അജിനുണ്ടോ? പരിയും കൂടിയൊക്കെ ഞാൻ ഓനെ കൊണ്ട് കൊടുത്തു. മെയ്താക്ക നിങ്ങളാ പറഞ്ഞത് ശരിയല്ലടോ. ജീവിച്ചിരിക്കുന്ന കാലത്ത് മക്കളെ പേരിൽ മുതൽ കൊടുക്കാൻ പാടില്ല. ഓരെ പിന്നെ മക്കള് നോക്കൂല. എത്രേ തെളിവുണ്ട്. മനസ്സിലായർക്ക് ചുട്ടിയെ ആ എന്തേ ഞാൻ അതിലോട്ട് പോവാണ്. എന്തായാലും നാളെ പോകുകയല്ലേ. ആ ജാറിന് എന്റെ പനിയെ കൊണ്ടേക്കോ. ആ നീ കുടിക്കുക. ഒരുപാട് ആ എന്നായിക്കോട്ടെ ഞാൻ കൊണ്ടാ. എവിടേക്കാ ചുട്ടി രാവിലെ തന്നെ ധൃതിയിൽ പോണത്? മെയ്താക്ക അജ്ജിന് പോണ ദിവസമാണെന്നേ. അപ്പൊ ഞാൻ അങ്ങോട്ട് പോവാണ്. പോയി വരാം. ആ എന്ത് ഇരുത്താ മെയ്താക്ക അത്? നിങ്ങളൊരു സങ്കടം. ഏതായാലും അജ്ജിനല്ലേ പോണത്. സന്തോഷം മതി. അല്ലാതെ അങ്ങനെ അന്തമുട്ടി കുത്തിരിക്കലല്ല. പിന്നെ നാടും വീടും വിട്ടു പോണത് ഓർത്തിട്ട് നിങ്ങൾ ബേജാറാകണ്ട. ഇതൊക്കെ ഒരു ഭാഗ്യാണ്. മക്കളെ ചെല്ലാനും ഹജ്ജ് ചെയ്യാനും എല്ലാവർക്കും ഒക്കെ പറ്റുമോ? അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ ഒരു ഭാഗ്യാണെന്ന്. അല്ല അപ്പൊ താത്ത അവിടെ? താത്ത മൂപ്പത്തിയേരുമാണെങ്കിൽ ഒരുങ്ങിയ കാലം. അല്ല ഈ കോലത്തിലാണ് പോണത്. നമ്മ ഒരുങ്ങിയ പൂമോനെ? കട്ടില് കിടക്കാണ്.
കടക്കേ. ഇത് നല്ല കൂത്ത്. പോകാൻ നേരത്തെ ഒരാൾ കസാലയിലും കുത്തിരിക്ക, മറ്റേ ആള് കത്തിലുമീൻ കടക്ക. ഒരുങ്ങണില്ല മനസ്സങ്ങള്. അതിന് അച്ഛന് പോകണ്ടല്ലേ കുഞ്ഞുട്ടിയെ ഒരുങ്ങേണ്ടത്. അപ്പൊ അച്ഛന് പോണില്ലേ? അച്ഛനാണെന്ന് പറഞ്ഞാണ്ട് ഇപ്പാനും ഇമ്മമാനും ഇപ്പ വൃദ്ധസ്ഥാനത്തേക്ക് കൊണ്ടുപോയേക്കുന്നു. റഹ്മാനായ തമ്പുരാനെ. ഞാൻ കേട്ടത് സത്യാണോ? ഇത് സത്യമാണോ ഞാൻ കേട്ടത്? മക്കള് വളർന്ന് കോടീശ്വരന്മാരായാലേ ഇപ്പ ഇമ്മയൊരു ഭാര. ഓനിങ്ങൾ ചെലപ്പോ കനം ഭാര കേൾക്കാറോ, പക്ഷെ കുഞ്ഞുട്ടിനകത്ത് ജീവൻ ഉണ്ടാകുന്ന കാലം അതിന് ഞാൻ സമ്മതിച്ചൂല. സമ്മതിക്കൂല മെയ്തോക്ക. കാലം കുറെ ഞാൻ ഇങ്ങളിപ്പോ നടക്കലോർത്തിത്. എന്നിട്ട് ഇങ്ങളെ കൊണ്ടുപോണ വൃദ്ധസ്ഥാനത്തേക്ക് ആക്കേ. അതിന് കുഞ്ഞുട്ടിയെ മരിച്ചാൽ ബുക്കണം. അറിയോ നിങ്ങക്ക്? ഞാനെ നടത്താൻ അയക്കൂല. ഹലോ. ഫൈൻ ഫൈൻ ഫൈൻ. നോ 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 നോ, രജിസ്ട്രേഷൻ തക്ക സമയത്ത് തന്നെ നടക്കും. ഇല്ല ഇല്ല ഇല്ല, ഒരു പ്രശ്നമില്ല. ഉപ്പാനും ഉമ്മാനും കാര്യങ്ങളൊക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. വൈഫിനും കുട്ടികളെ വെച്ച് ഞാൻ എറണാകുളത്തേക്ക് മാറാൻ തീരുമാനിച്ചു. എന്നാ ഓക്കെ, ശരി. ടൈമായി, ഒരുങ്ങിയില്ല നിങ്ങള്? ടൈമൊക്കെ കഴിക്കണ്, നിക്കവിടെ. ഈ ഷൂവും പാന്റും ഇൻസ്റ്റേറ്റും ചെയ്ത് വന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് മെയ്തുവാക്കാൻ ചെടുക്കാൻ കൊണ്ടുപോണേ. ഇത് ഞങ്ങളുടെ ഫാമിലി മാറ്ററാണ്, അത് നിങ്ങൾ ഇടപെടണ്ട. ഇടപെടും. എടാ, ഈ കാണുന്ന വീടും സ്ഥലം അനപ്പാന്റെ വിയർപ്പിന്റെ അധ്വാനാണ്. അയച്ചുള്ള ജനാലയത്തിലാക്കിയോണ്ട് ഇജങ്ങ് പറക്കാന്ന് ഈ നാട്ടുകാർ സമ്മതിക്കൂല. ഇനി അത് നിങ്ങളെ സമ്മതം ആർക്ക് വേണം? നിക്കടവിടെ. എടാ, ജി കജ്ജുണ്ടോ? ഇത് ആധാർ അടച്ചാൽ മാത്രല്ല അറിയാം. മാണ്ടാത്തോടെ ഇതെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ചെന്നത്തല്ല അസജ് തിരിച്ചല്ല. ആ പോയവരുണ്ടല്ലോ ഒരു ചെയ്ക്കാര തന്നരി തള്ളരി തിരിച്ചറിയാൻ കഴിയാത്ത താക്കാരി. ഹലോ, പോലീസ് സ്റ്റേഷനിന്നോ? എന്ത് മെയ്തുവാക്കാന്? മെയ്തുവാക്ക്? ഞാൻ പറയാം. എത്ര ലക്ഷം? 8 ലക്ഷോ? പഠിച്ചോനെ, 8 ലക്ഷോ? ഞാൻ ഇപ്പൊ തന്നെ പറയാം. എന്ന് കിട്ടിയാണത്? അടുത്ത മാസം 10-ാം തീയതിയോ? ആയിക്കോട്ടെ, പറയാം. മെയ്തുവാക്ക, നിങ്ങളിവിടെ പേര്, നിങ്ങളുടെ പേര് പിന്നെ നിങ്ങൾ അറിഞ്ഞോ? ഐദറസിനെ പിടിച്ച വകയിലേ നമുക്ക് 8 ലക്ഷം റുപ്യ ഉണ്ടല്ലോ.
8 ലക്ഷം അടുത്ത മാസം 10-ാം തീയതി നമുക്ക് കിട്ടുമല്ലോ. മേതാക്ക ആര് കൊടുക്കാനും ഇനി കൊടുങ്ങൂല. 8 ലക്ഷം റുപ്യ നമുക്ക് കിട്ടാൻ പോകുന്നത്. പിന്നെ നിങ്ങൾക്ക് ആരുമില്ല, പടച്ചോനുണ്ട്. അതിനുള്ള തെളിവായി കണ്ടിക്കണത്. നിങ്ങൾക്കറിയാം, അടുത്ത മാസം 10-ാം തീയതി നമുക്കത് വാങ്ങാൻ പോകാം. കുഞ്ഞുട്ടിയ ഒരു മിനിറ്റ്. ഇതൊക്കെ നമ്മളെ തെസ്നീമ് എന്ത് ഇവിടുന്ന് വണ്ടിയുമായി പോയപ്പോ ടിപ്പർ ലോറിയുമായി കൂട്ടിയിടിച്ചു എന്നാ കേൾക്കണത്. എന്താ എന്റെ കുട്ടിക്ക് പറ്റിയത്? ഇപ്പൊ മെഡിക്കൽ കോളേജിൽ എത്തിക്കണെന്ന് പറയണേക്കുണ്ട്. വണ്ടിക്ക് വിളിച്ച് ഇപ്പൊ തന്നെ എന്റെ കുട്ടീനെ കാണണം. കുഞ്ഞുട്ടി ഇതൊക്കെ നിങ്ങൾ അവിടെ ഇരിക്കും, അവിടെ ഇരിക്കും. ഞാൻ വണ്ടിക്ക് ഇപ്പൊ വിളിച്ച. ഹലോ, വണ്ടി വന്നു. ഇതൊക്കെ